പ്രിയപ്പെട്ടവരെയും ചിലരുടെ ഉള്ളിൽ കിടക്കുന്ന ദുഃഖം, അവരുടെ കുടുംബത്തിലെ ചില അംഗങ്ങൾ മരണം വഴി വേർപിരിഞ്ഞു പോയതിൻ്റെ ആ വേർപാടിൻ്റെ ദുഃഖം ഇപ്പോഴും വിട്ടുപോകാതെ ആ ദുഃഖം ഇങ്ങനെ കനീഭവിച്ച് ചിലരുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. ഈ ഒരു മേഖലയിൽ നമുക്ക് സൗഖ്യം ആവശ്യമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 1 തെസ്സലോനിയർ 4:13 അവിടെ പറയുകയാണ്, നമ്മൾ മരണം പ്രാപിച്ചവരെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം. അത് മരണത്തെക്കുറിച്ച് നമുക്ക് അറിവുള്ളവരായിരിക്കണം. മരണത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൽ നിന്നാണ് എന്താണ് മരണം എന്നതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുക. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ച്. ഞാനിന്ന് രാവിലെ പറഞ്ഞു, യെരമ്യ 1:5, നീ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിച്ചു. അമ്മയുടെ ഉദരത്തിൽ ജനിച്ചപ്പോഴാണ് ശരീരം കിട്ടിയത്. ശരീരം ഉണ്ടാകുന്നതിന് മുമ്പ് നീ ഉണ്ടായിരുന്നു, നീ ആത്മാവായിരുന്നു. അപ്പോൾ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പ് നീ ഉണ്ട്. അതുകൊണ്ട് ശരീരം പോയി കഴിഞ്ഞാലും നീ ഉണ്ട്. നീ വെറും ശരീരമല്ല, നീ ആത്മാവാണ്. ഹല്ലേലൂയ. ശരീരമാണ് നമുക്ക് മാതാക്കന്മാരിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മളുണ്ട്, ശരീരം പോയി കഴിഞ്ഞാലും നമ്മളുണ്ട്. ശരീരം ടെമ്പററിയാണ്, താൽക്കാലികമാണ്. ആത്മാവിന് മരണമേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശരീരം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. ഒരു കുഞ്ഞ്, ഈ ഭൂമി, ഒരു ദിവസം പ്രായമുള്ള ഒരു കൊച്ച്, ആ ഒരു ദിവസം പ്രായമുള്ള കൊച്ചിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന സെല്ലുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 വയസ്സ് പ്രായമുള്ളപ്പോൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടായിരുന്ന സെല്ലുകൾ, ആ സെല്ലുകളിൽ ഒരു 50-60% സെല്ലുകൾ ഇപ്പോൾ പോയിട്ടുണ്ട്. പുതിയ സെല്ലുകൾ വരികയും ചെയ്തിട്ടുണ്ട്. സെല്ലിൻ്റെ മൾട്ടിപ്ലിക്കേഷനിലൂടെയാണ് ബോഡി വളരുന്നത്. ഹല്ലേലൂയ. അപ്പം നമ്മൾ വെറും ശരീരമായിരുന്നുവെങ്കിൽ ഈ സെല്ലുകളൊക്കെ പോയപ്പോൾ നമ്മുടെ ഇടപാട് തീരേണ്ടതായിരുന്നു. ഹല്ലേലൂയ. അപ്പം നീ എന്ന് പറയുന്നത് ശരീരമല്ല. ശരീരം മരണത്തോടുകൂടി മണ്ണോട് മണ്ണാകുന്നു. ആത്മാവിന് മരണമേ ഇല്ല. നീ യഥാർത്ഥത്തിൽ ആത്മാവാണ്. അപ്പോൾ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പ് നീ ഉണ്ട്, ശരീരം പോയി കഴിഞ്ഞാലും നീ ഉണ്ട്. അപ്പോൾ ഒരു വ്യക്തി മരിക്കുമ്പോൾ അവൻ്റെ ശരീരം മണ്ണോട് മണ്ണാകുന്നു, ആത്മാവ് ദൈവത്തിനടുക്കിലേക്ക് പോവുകയാണ്. ആത്മാവിന് പിന്നെ ഈ ഭൂമിയിൽ നിന്നിട്ട് കാര്യമില്ല. കാരണം ഇവിടെ ശുശ്രൂഷയില്ല. ശരീരം പോയതോടുകൂടി ശുശ്രൂഷയില്ല. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, മരണം വഴി വേർപിരിഞ്ഞു പോയി എന്ന് നമ്മൾ പറയുന്ന ആളുകൾ അവർ ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. ഭൂമിയിലില്ല, ദൈവത്തിനടുക്കൽ അവരുണ്ട്. ഹല്ലേലൂയ. ഇപ്പം നിങ്ങൾ ഇപ്പോൾ വീട്ടിലില്ല, ഈ ഓഡിറ്റോറിയത്തിലാണ്. വീട്ടിൽ നിങ്ങൾ മരിച്ചിരിക്കുക, നിങ്ങളവിടെ ഇല്ല. ഇതുപോലെ മരണം വഴി വേർപിരിഞ്ഞു പോയ വ്യക്തികൾ ഈ ഭൂമിയിലില്ല, അവർ വേറൊരു മണ്ഡലത്തിലാണ്. അവർ യേശുവിൻ്റെ അടുക്കലാണ്. അവർ ജീവിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ജീവിച്ചിരിക്കുന്ന ആളുകളെക്കുറിച്ചാണ് നമ്മളിവിടെ ഇരുന്ന് ദുഃഖിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് അവരെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നത്? നമ്മൾ ദുഃഖിക്കാനുള്ള ഒരു കാരണം, അവർ നമുക്ക് ചെയ്തു തന്ന ഒത്തിരി നന്മകളുണ്ട്. ആ നന്മകൾ ഇനി കിട്ടുകയില്ലല്ലോ. കാരണം അവരിപ്പോൾ ഇല്ല, അവരിപ്പോൾ ദൈവത്തിൻ്റെ അടുക്കലാണ്, ഇവിടെ ഇല്ല. അതുകൊണ്ട് അവർ വഴി നമുക്ക് ലഭിച്ചിരുന്ന നന്മകൾ ഇനി കിട്ടുകയില്ലല്ലോ. ഇതാണ് ചിലരുടെ ഉള്ളിൽ മരണം വഴി ഉണ്ടാകുന്ന നഷ്ടബോധത്തിൻ്റെ കാരണം. നീ വീട്ടിൽ ചെല്ലുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നത് എന്ന് ചോദിക്കുന്ന സാന്നിധ്യം ഇനിയില്ല. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഉടനെ ഓടിച്ചെല്ലാമായിരുന്ന ആ സാന്നിധ്യം ഇനിയില്ല.
അപ്പം ആ ഒരു നഷ്ടബോധം അത് ചിലരുടെ ഉള്ളിൽ അങ്ങനെ ശക്തമാണ്. അപ്പോൾ മരിച്ചുപോയ ആളുകളെക്കുറിച്ച് നീ ഓർക്കുമ്പോൾ, അവർ ചെയ്ത ആ നന്മകളെക്കുറിച്ച് ഓർക്കുമ്പോൾ, ആ നന്മ ഇനി കിട്ടുകയില്ലല്ലോ എന്ന ഒരു നഷ്ടബോധം ചിലരുടെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കാനുള്ളത്, മരിച്ചു കഴിഞ്ഞാൽ ദൈവം ആ വ്യക്തിയോട് പറയുന്ന വചനം മത്തായി 25 രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ദൈവം പറയുന്നത്? തൻ്റെ വലതുവശത്ത് നിൽക്കുന്ന വ്യക്തിയോട് ദൈവം പറയുകയാണ്, എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം നൽകി. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ പരിചരിച്ചു. അതായത് നീ ഇവിടെ ചെയ്ത എല്ലാ ശുശ്രൂഷകളും നീ എനിക്കാണ് ചെയ്തു തന്നത്. ഇതാണ് ദൈവം പറയുന്നത്. അപ്പം നീ അമ്മയ്ക്ക് ചെയ്തു കൊടുത്തത്, അമ്മ നിനക്ക് ചെയ്തു തന്നത്, അപ്പൻ നിനക്ക് ചെയ്തു തന്നത്, നീ അപ്പന് ചെയ്തു കൊടുത്തത്, സഹോദരങ്ങൾക്ക് ചെയ്തു കൊടുത്തത്, ഇതിലേക്ക് നോക്കിയിട്ട് ഈശോ പറയുക, നീ എനിക്കാണ് ചെയ്തു തന്നത്. അതുകൊണ്ട് ഞാനാണ് അതിൻ്റെ കൂലി തരുന്നത്. ആ കൂലി തരാൻ വേണ്ടിയിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അപ്പം നീ ചെയ്ത മുഴുവൻ കാര്യങ്ങളും അത് ഈശോയ്ക്ക് വേണ്ടി ചെയ്തതാണ് എന്ന് ഈശോ പ്രഖ്യാപിച്ച് നീ ചെയ്ത എല്ലാ കാര്യത്തിനും ഉചിതമായ കൂലി ഈശോ തരികയാണ്. ഹല്ലേലൂയ. അപ്പോൾ മരണം കഴിയുന്നതോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് ചെയ്തു തന്ന നന്മകൾ അത് മുഴുവൻ ഈശോ ചെയ്തു തന്ന നന്മയായി മാറുന്നു. കാരണം ഈശോ അവർക്ക് കൂലി കൊടുക്കുകയാണ്. അപ്പം അതുകൊണ്ട് അവർ ചെയ്ത നന്മകൾ എൻ്റെ ഈശോ എന്നെ സ്നേഹിച്ച സ്നേഹമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ഈശോയ്ക്ക് നന്ദി പറയണം. അങ്ങനെ നീയും നിൻ്റെ പ്രിയപ്പെട്ടവരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആ വല്ലിരിയിൽ വിടർന്നു വരുന്ന അവർ ചെയ്ത നിരവധി നന്മകളുടെ ഓർമ്മകളാകുന്ന പുഷ്പങ്ങൾ, ആ പുഷ്പത്തെ ഒരു പൂജാപുഷ്പം പോലെ പറിച്ചെടുത്ത് ബലിപീഠത്തിൽ വെച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്ത് ഈശോയുമായുള്ള ബന്ധത്തിന് നീ വളരണം. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ നൽകിയ എല്ലാ നന്മകളും ദൈവത്തിൻ്റെ സ്നേഹമായി കണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് അങ്ങനെയാണ് പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ ദുഃഖത്തിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കേണ്ടത്. ഒന്ന് കൈയടിച്ചേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഞാനൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ 90 വയസ്സ് പ്രായമുള്ള ഒരമ്മച്ചി അവിടെ മരിക്കാറായി കിടക്കുകയാണ്. അവർക്ക് 5 പിള്ളേരുണ്ട്. അതിൽ 4 പിള്ളേരും വിദേശത്താണ്. അവരും അവരുടെ പിള്ളേരുമൊക്കെ എല്ലാവരും കുടുംബസമേതം വന്നിട്ടുണ്ട്. എല്ലാവരും ആശുപത്രിയിലുണ്ട്. അപ്പോൾ ഡോക്ടർ ഈ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, 70% ബ്രെയിൻ ഡെത്ത് നടന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി വെന്റിലേറ്ററിൽ ഇട്ടിട്ട് കാര്യമില്ല, ഞങ്ങളെടുത്ത് മാറ്റട്ടെ. അപ്പോഴേക്ക് മക്കളെല്ലാം പറഞ്ഞു, അയ്യോ വേണ്ട ഡോക്ടറെ അത് വേണ്ട, എത്ര രൂപയായാലും തിരക്കല്ല, അതവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അടുത്ത ദിവസവും ഡോക്ടർമാർ പറഞ്ഞു, 70%-ലധികം ബ്രെയിൻ ഡെത്ത് നടന്നിരിക്കുകയാണ്, അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല. പക്ഷെ ഇവരിട്ട് സമ്മതിക്കുകയുമില്ല. അങ്ങനെ പശ്ചാത്തലത്തിലാണ് ഞാനവിടെ ചെന്നത്. അപ്പം ഞാനവരെ വിളിച്ചു ചുറ്റും നിർത്തിയ ശേഷം അവരോട് പറഞ്ഞു, നിങ്ങളല്ല അമ്മയെ തിരഞ്ഞെടുത്തത്, ദൈവം തിരഞ്ഞെടുത്ത് ഈ നല്ല അമ്മയെ നിങ്ങൾക്ക് തന്നു. അത് ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല അമ്മയെ തന്നതിന് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം. കൂടാതെ 90 വയസ്സ് അവർക്ക് ഇവിടെ ജീവിക്കാൻ ദൈവം അനുഗ്രഹം നൽകി. അതൊക്കെ അതിന് നേട്ടം കിട്ടിയത് നിങ്ങൾക്കാണ്. അപ്പം അതിനും നിങ്ങൾ ദൈവത്തോട് നന്ദി പറയണം. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഈ അമ്മയുടെ ശുശ്രൂഷയൊക്കെ തീർന്നിരിക്കുകയാണ്. ദൈവം അവരെ മടക്കി വിളിക്കുകയാണ്. ദൈവം മടക്കി വിളിക്കുന്നത് അവരിവിടെ ചെയ്ത എല്ലാ ശുശ്രൂഷയ്ക്കും ദൈവം പ്രതിഫലം കൊടുക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പ്രതിഫലമാണ് ഏറ്റവും വലുത്.
അപ്പം ആ പ്രതിഫലത്തിനായിട്ട് ദൈവം അവരെ മടക്കി വിളിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് ഈ ഇത്രയും സ്നേഹമുള്ള ഈ അമ്മയെ ദൈവം തന്നതിന് ദൈവത്തിന് നന്ദി പറയണം. കൂടാതെ നിങ്ങൾ തന്നെ അമ്മയെ ദൈവത്തിന് കയ്യിൽ വയ്ക്കണം. ഹല്ലേലൂയ. ദൈവം എടുത്തുകൊണ്ട് പോവുകയല്ല, നിങ്ങൾ ദൈവത്തിന് കൊടുക്കണം. നിങ്ങളുടെ ബലിയായിട്ടത് മാറണം. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു മരണം നടക്കുമ്പോൾ അത് നമ്മുടെ ഒരു ബലിയായിട്ട് മാറണം. എങ്ങനെയാണ് അത് ബലിയായിട്ട് മാറുന്നത്? നമ്മൾ ആ ദൈവത്തിൻ്റെ കയ്യിൽ തന്ന ദൈവത്തിൻ്റെ കയ്യിലേക്ക് മടക്കി കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ദൈവം വിളിക്കുന്ന സമയത്ത് ഈ അമ്മച്ചിയെ തിരിച്ച് ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു എന്ന് പറഞ്ഞ് മുൻകൂട്ടി ഞാൻ പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തു. അവരെല്ലാവരും ഏറ്റു ചൊല്ലി അങ്ങനെ ദൈവത്തിൻ്റെ കൈകളിലേക്ക് അമ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് ഒരു 6 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അമ്മച്ചി മരിച്ചു. ഒന്ന് കൈയടിച്ച്. അപ്പം ഞാനിതിവിടെ പറഞ്ഞത്, നമ്മുടെ കുടുംബത്തിൽ ഒരു മരണമുണ്ടായാൽ അത് ദൈവം എടുത്തുകൊണ്ട് പോയി എന്നുള്ള ഒരു ചിന്താഗതി തലയിൽ കളഞ്ഞിട്ട് ഇത്രയും നാൾ ആ വ്യക്തിയെ നമുക്ക് തന്ന ദൈവത്തിൻ്റെ കയ്യിലേക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ സമർപ്പിക്കണം. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു സമർപ്പണം വേണം. സമർപ്പണത്തിൻ്റെ ബലി അർപ്പിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അപ്പം നമ്മൾ അവരെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്ത് ഈ നാൾ വരെ ദൈവം നൽകിയാൽ ആ വ്യക്തിയിലൂടെ വർഷിച്ച മുഴുവൻ സ്നേഹവും എൻ്റെ ദൈവം എന്നോട് കാണിച്ച സ്നേഹമാണെന്ന് മനസ്സിലാക്കി തമ്പുരാന് നന്ദി പറഞ്ഞ് അങ്ങനെ സമർപ്പിക്കുക.